ചെയ്യുകയാണ്. നമ്മുടെ നാട് ഏറെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സമൂഹം കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാമുള്ള പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സമാനമായ വിഷയങ്ങൾ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ഞെരുക്കങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാവുകളിലും നമ്മുടെ സംസാരങ്ങളിലും കടന്നുവരുന്ന ഒരു പദമാണ് ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതൊരാൾ സംസാരിക്കുകയാണെങ്കിലും ആ സംസാരത്തിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ സംസാരത്തിലോ ഒക്കെ ചൂടിനെ കുറിച്ച് പരാമർശിക്കപ്പെടാത്ത വാർത്തകളോ സംസാരങ്ങളോ ഇല്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാട്സപ്പുകളിൽ വന്ന മെസ്സേജുകളും വാർത്താ ചാനലുകളിൽ വന്ന വാർത്തകളുമൊക്കെ ചെറിയ ഒരു ഭീതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടിനെ കുറിച്ചോ അതിന്റെ താപത്തിനെ കുറിച്ചോ സംസാരിക്കാതെ ഒരു വിശ്വാസി ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഉണ്ടാവേണ്ടത്? ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എങ്കിൽ ഒരു മുസ്ലിം ചൂടെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും വളരെ ലളിതമായി ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ താമസിക്കുന്ന ഭൂമിയാവട്ടെ, ഈ ഭൂമിയിലേക്ക് ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച സൂര്യനാവട്ടെ, എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഏറ്റവും ആദ്യം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പടച്ചോന്റെ സൃഷ്ടിപ്പാണെന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. വഹുവല്ലദീ അവനത്രേ ഖലഖൽ ലൈല വന്നഹാർ, രാവും പകലും സൃഷ്ടിച്ചവൻ അവനാണ്. വശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം തന്നെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ വാസയോഗ്യമാക്കിയത് ആരാണോ അതേ റബ്ബ് തന്നെയാണ് ഈ ഭൂമിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായ സൂര്യനെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. എത്രത്തോളം എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണത്രേ സൂര്യനുള്ളത്. 15 കോടി കിലോമീറ്റർ അകലെ. ആ സൂര്യൻ ഇപ്പോഴുള്ള ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ചൂട് കാരണത്താൽ ഈ ഭൂമിയും ഇതിലുള്ള സൃഷ്ടിജാലങ്ങളെല്ലാം വെന്തുരുകി പോകുന്ന അവസ്ഥയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് സൂര്യനെ കുറച്ച് പിന്നിലേക്ക് വലിക്കുകയാണെങ്കിലോ തണുത്തുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭൂമി എത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും രാവും പകലുമൊക്കെയുള്ളത്. അതൊക്കെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുറെ സംസാരിച്ചത് കൊണ്ടോ നമ്മൾ പരസ്പരം ചൂടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ അതിൽ മാറ്റങ്ങളൊന്നും വരാനില്ല. എന്നാൽ നമുക്ക് തിരിച്ചറിവുണ്ടാവേണ്ട വളരെ ഈമാനികമായ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ചൂടിനെ കുറിച്ച് വാർത്താ ചാനലുകളിൽ വരുന്നതോ കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറയുന്നതോ അത് ഇന്നാലിന്ന പദ്ധതിയിലുള്ള മാറ്റങ്ങളാണ്. ശരിയാണ്, ഒരുപക്ഷെ ഭൗതികമായി അതൊക്കെ ഉണ്ടാവാം.
ഭൗതികമായിക്കൊണ്ട് കാലാവസ്ഥാപരമായിക്കൊണ്ട് പല മാറ്റങ്ങളും ഉണ്ടാവാം. എന്നാൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഭൗതികമായിട്ട് പറയുമ്പോൾ തന്നെ മതപരമായിട്ട് ഇതിനെന്താണ് ചില നിലപാടുകളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ഒരു സംഭവത്തെക്കുറിച്ച്, നരകം അല്ലാഹുവോട് പറഞ്ഞ ഒരു പരാതിയെക്കുറിച്ച്, ഒരു ആവലാതിയെക്കുറിച്ച്. പറയാണ് ഒരിക്കൽ നരകം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു. എന്നിട്ട് ആ നരകം പറയാണ്, റബ്ബി അകല ബഅദി ബഅദാ, റബ്ബേ എന്റെ ഒരു ഭാഗം എന്റെ ചില ഭാഗങ്ങളെ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നരകം പറയാണ് എന്റെ ഭാഗം തന്നെ എന്റെ ഭാഗത്തിലുള്ള ചില ഭാഗങ്ങളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അനുവാദം കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഒരു അനുവാദം കൊടുത്തു, 2 നിശ്വാസങ്ങൾ വിടാൻ വേണ്ടി. നരകം അതിന്റെ ശ്വാസം വിടാൻ വേണ്ടി അല്ലാഹു അനുവാദം കൊടുത്തു. ഒന്ന് ശൈത്യകാലത്താണ്, മറ്റൊന്ന് ഉഷ്ണകാലത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർ, ചൂട് ശക്തമാകുക എന്ന് പറഞ്ഞാൽ ആ ചൂട് ഏറ്റവും കൂടുതൽ ഉഷ്ണകാലത്ത് ചൂടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിന്റെ ഒരു നിശ്വാസമാണ്. നിങ്ങൾ കാണുന്ന ഈ അതികഠിനമായ തണുപ്പുണ്ടല്ലോ, ശക്തമായ തണുപ്പ്, പിടിച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തണുപ്പ്, അത് നരകത്തിന്റെ മറ്റൊരു നിശ്വാസമാണ്. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട വിഷയം, നരകത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 നിശ്വാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. അതിന് ഒന്ന് ശക്തമായ ചൂടാണ്. നരകം അതിന്റെ ശ്വാസം വിടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചൂട് വരുന്നത്. ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. ഒരു പക്ഷേ ഇതിന് ചില വിമർശനങ്ങൾ ഉണ്ടാവാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ തരത്തിലുണ്ടായിട്ടുണ്ട്. ഇനിയോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ചൂടിനപ്പുറത്തേക്ക് ഒരു ചൂടിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. മൂന്നാമത്തെ കാര്യം, പരലോകത്തിന്റെ ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിന് ശേഷം ജീവിതം എന്തെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ വിശ്വാസി. ഈ ലോകം സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നും ഈ ലോകത്തിനൊരു നാശമുണ്ടെന്നും അതിനുശേഷം പരലോകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും വിശ്വസിക്കുന്നവനാണല്ലോ വിശ്വാസി. എങ്കിൽ ആ ഒരു പരലോകത്ത് ആളുകൾ എഴുന്നേൽച്ചു നിൽക്കുമ്പോൾ, ആളുകൾ അവിടെ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് സൂര്യന്റെ അവസ്ഥ എന്താണ്, അപ്പോഴുള്ള ചൂടിന്റെ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, തുദ്നശംസു യൗമൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി നീലിൻ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരും. എത്രത്തോളം എന്നാൽ ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി നീലിൻ, ഒരു മീലിന്റെ അടുക്കൽ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുലൈമാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവല്ലാഹി ലാ അദ്രി, അല്ലാഹുവാണ് സത്യം, എനിക്കറിയൂല ആ മൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകൾ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മൈലിന്റെ ദൂരമാണോ, അതല്ല മീൽ എന്ന് പറഞ്ഞാൽ ഒരു സുറുമക്കോലിന്റെ വലിപ്പമാണ്, അതാണോ? ഈ രണ്ടിൽ ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയൂല. പക്ഷേ ഒരു മനുഷ്യന്റെ തലക്ക് മുകളിൽ, ഒരു സാണിന് മുകളിലായി, അല്ലെങ്കിൽ ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തിലായി സൂര്യൻ കത്തിജ്വലിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി പറയുകയാണ്, ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർദ്. ആ സമയത്ത് മനുഷ്യന്മാർ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് വിയർപ്പിലായിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈ, ചില ആളുകൾ അവരുടെ നെരിയാണി വരെ വിയർപ്പിലായിരിക്കും അവരുണ്ടാകുക. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈ, ചില ആളുകൾ അവരുടെ കണങ്കാല് വരെ ഉണ്ടായിരിക്കും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈ, ചില ആളുകൾ അവരുടെ അരക്കത്ത് വരെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചില്ല, വമിൻഹും മൻ യുൽജിമുൽ അറഖു ഇൽജാമാ. എന്നിട്ട് ഫഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിൻ ഇലാ ഫീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ചില ആളുകൾ ഇങ്ങനെ ആ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാണോ? ഈ ഒരു കാര്യം മദ്രസാ തലം തൊട്ടേ അറിഞ്ഞവരല്ലേ നമ്മൾ പഠിച്ചവരല്ലേ? എങ്കിൽ
ഇപ്പോഴുള്ള ചൂടിനേക്കാൾ എത്രയോ ഭയാനകമായ ഒരു ദിവസം പരലോകത്തിന്റെ ദിവസത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഒരു വിശ്വാസികളോടാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ദുനിയാവിലെ ചൂടിന്റെ കാര്യത്തിൽ നിരാശ വേണം. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നിരാശ വേണോ? ഈ ചൂടിന്റെ വിഷയത്തിൽ പരസ്പരം പരിചാരേണ്ടതുണ്ടോ? ഈ ദുനിയാവിലുള്ള ഈ ചൂടിന്റെ കാര്യത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്. ഇനി അവിടെ ഒന്നുകൂടി പറയാ, ഇതിൽ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പറഞ്ഞ ആളുകൾ ഇപ്പോ എല്ലാ അവസ്ഥകളെയും ശപിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ആ ചൂടിനെ വളരെ മോശമായ പദങ്ങളുമായി കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, ചൂടിനെ കുറിച്ച് പറയുമ്പോൾ ശാപത്തിന്റെ വാക്കുകൾ, ശകാരത്തിന്റെ വാക്കുകൾ, ചീത്തയുടെ വാക്കുകൾ. മിമ്പറായതുകൊണ്ട് ആ പദങ്ങൾ ഞാൻ ഉച്ചരിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാകും പലരുടെയും വാക്കുകൾ എന്താണെന്ന് ചൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യസുബ്ബു ബനൂ ആദമ ദഹർ, ആദമിന്റെ മക്കൾ കാലത്തെ അവർ ചീത്ത പറയും. ഞാനാകുന്നു കാലം, രാവും പകലും എന്റെ കൈകളിലാണ്. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കുറ്റം പറയരുത്. കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂടിനെ കുറിച്ച് അത് അല്ലാഹു ഉണ്ടാക്കിയതാണ്. അതിനെ ചീത്ത പറയലോ, അതിനെ ശകാരിക്കലോ, അതല്ലെങ്കിൽ അതിനെ ശപിക്കലോ ഒരു വിശ്വാസിക്ക് പാടില്ല. കാരണം അത് റബ്ബിന്റെ തീരുമാനം അനുസരിച്ചാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ഒരു കാര്യം ഈ ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ചൂട് നമ്മൾക്ക് നന്മകൾക്ക് തടസ്സമായി മാറരുത്. ഇതൊരു തടസ്സമാണ് ചില ആളുകൾക്ക്. ഇന്ന് പല ആളുകളും നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരുമ്പോ ജമാഅത്തിന് വരുന്നില്ല. എന്താ കാര്യം? ശക്തമായ ചൂടാണ്. ഈ കഴിഞ്ഞ മാസങ്ങൾ നോമ്പെടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്താ കാരണം? നോമ്പെടുക്കാതിരിക്കാൻ കാരണം ചൂടാണ്. എന്ത് കാര്യം പറയുമ്പോൾ ചൂടാണ്. ഒരു ലഘുലേഖ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറ്റൂല, ചൂടാണ്. എല്ലാത്തിന്റെ വിഷയത്തിൽ പിന്നിലേക്ക് പോകണം. എന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ചരിത്രം മനസ്സിലാക്കണം. ഈ ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത് പറഞ്ഞുകൊണ്ട് ദീനിൽ നിന്ന് ചില ആളുകൾ മാറി നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ നിന്നതിനെ കുറിച്ച് ഖുർആനിൽ ഒരു വാചകം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞു. അത് കേവലം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒട്ടുമിക്ക യുദ്ധങ്ങളും ചൂടിൽ തന്നെയാണ്. പക്ഷെ തബൂക്കിന് കുറച്ചുകൂടി ഗൗരവമുണ്ടായിരുന്നു. കാരണം മദീനയിൽ നിന്ന് കുറെ ദൂരെയായിരുന്നു തബൂക്ക് ഉണ്ടായിരുന്നത്. 700 കിലോമീറ്ററുകൾ അകലെയാണ്. അത്രയും ദൂരത്തേക്ക് പോകണം. മുസ്ലിമുകളുടെ കയ്യിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കമായ അവസ്ഥ. ആളുകളുടെ കയ്യിലാകട്ടെ സഞ്ചരിക്കാനുള്ള ഒട്ടകങ്ങളില്ലാത്തൊരവസ്ഥ, യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളില്ലാത്തൊരവസ്ഥ. അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കിട്ടി. അള്ളാഹു പറയാൻ നിങ്ങൾ പുറപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി, സഹാബത്ത് ഉള്ളതുമായിട്ടൊക്കെ ഇറങ്ങി. എന്നാൽ ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ അവര് വന്നിട്ട് പറയാണ്, ഈ ചൂടത്ത് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ഈ നല്ല ചൂടുള്ള സമയത്ത് അങ്ങനെ യുദ്ധത്തിനൊക്കെ ഇറങ്ങണത് ഇതൊന്നും ഒരു ശരിയായ നിലപാടല്ല. അവർ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പങ്കെടുക്കുന്ന സ്വഹാബത്തിനെ അവർ പിന്നിലേക്ക് വലിച്ചു. മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ, കപടന്മാരായ ആളുകൾ, അവര് പറഞ്ഞ വാചകവും അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടിയും അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അവര് പറഞ്ഞത് എന്താണോ അതിനുള്ള മറുപടി അല്ലാഹു പറയാം. വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, ഫരിഹൽ മുഖല്ലഫൂന ബിമാ ഖഅദിൻ ഖിലാഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് കാണിച്ചുകൊണ്ട് അവരുടെ ഇരിപ്പിടത്തിൽ തന്നെ ഇരിക്കുകയും പ്രവാചകനോട് എതിര് നിൽക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷിച്ച ആളുകളിലെ വകരിഹു, അവർ വിസമ്മതം കാണിച്ചു, അല്ലെങ്കിൽ വെറുപ്പ് കാണിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും യുദ്ധം ചെയ്യുക എന്നതിൽ അവർക്ക് വെറുപ്പ് തോന്നി. അല്ലാഹു പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ കുറച്ചൊക്കെ അവർക്ക് അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അവർക്ക് പ്രയാസകരമായി തോന്നി. വഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ലാ തൻഫിറൂ ഫിൽ ഹർ, ലാ തൻഫിറൂ ഫിൽ ഹർ, നിങ്ങൾ ഈ ചൂടത്ത് ഇങ്ങനെ പോകുന്നൊന്നും വേണ്ട, ഈ ചൂടൊന്ന് അടങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പങ്കെടുക്കില്ല. പങ്കെടുക്കുന്ന സഹാബത്തിനെ പിന്നിലേക്ക് വലിക്കുകയും ചെയ്തു. അവരോട് പറയാൻ വേണ്ടി അല്ലാഹു പറയുന്ന ഖുൽ, നബിയെ പറയണം, നാറു ജഹന്നം അശദ്ദു ഹർറാ, നാറു ജഹന്നം അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ വലിയ ചൂടാണ്. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ചൂടില്ലേ, അതിനേക്കാൾ എത്രയോ വലുതാണ് നരകത്തിന്റെ ചൂട്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ കാര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ. ഈ ഒരു വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് അവര് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഷയത്തിലാണ് പിന്നിലേക്ക് മാറി വന്നതെങ്കിൽ ഇന്ന് നമ്മൾ എന്തിന്റെയൊക്കെ കാര്യത്തിൽ മാറി നിൽക്കണം. എന്തെല്ലാം വിഷയത്തിൽ എന്ത് നന്മകളുണ്ടെങ്കിലും ആ നന്മകളെ പിന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. കല്യാണത്തിന് പോകാൻ തടസ്സമില്ല, എന്നാൽ ആ സമയത്ത് ഒരു ഖുർആൻ ക്ലാസ് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഭൗതികമായിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നതാണോ, ഒരു പ്രശ്നമില്ല. എന്നാൽ ആ ഒരു നല്ല ഉച്ച സമയത്ത് മുഹറിന്റെ സമയത്ത് പള്ളിയിലേക്ക് വരിക, അത് പ്രയാസകരമാണ്. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്കൊരു ടെൻഷനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ. അതല്ലേ വേണ്ടത്? ശരിക്കും ഒരു വിശ്വാസി അതല്ലേ വേണ്ടത്? നമ്മുടെ മുൻഗാമികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിനെ പരലോകത്തേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് മനസ്സിലാക്കിയത്. നല്ല ചൂടുള്ള സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ശക്തമായ ചൂടിനായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ഉച്ച സമയമായി അവരൊരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്യും. അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചൂടത്ത് കുറെ ആടിനെ മേച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. വിദൂരതയിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം അയാളോട് കൊണ്ട് വരാൻ പറ, അയാൾക്ക് ഭക്ഷണം ചെയ്തു കൊടുക്കാം. അയാൾ തന്റെ ആടിനെയും പിടിച്ചുകൊണ്ട് ഈ സഹാബത്തിന്റെ അടുത്തിൽ വന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ആ വ്യക്തിയുടെ ആട്ടിടന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഭക്ഷണം മുന്നിൽ വെച്ചു. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ നോമ്പുകാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം യാത്രക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ശക്തമായ ചൂടുള്ള സമയത്താണോ ഈ നോമ്പെടുത്തിട്ടുള്ളത്? അതിനാട്ടിടം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ അധ്വാനിച്ചാലാണ് എനിക്ക് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്, ആരാണ് പറയുന്നത്? ഒരു കോളേജിൽ പഠിച്ചിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും പോയിട്ടില്ല, ഒരു അറബിക് കോളേജിന്റെ വരാന്തയിലും കയറിയിട്ടില്ല. പക്ഷെ അള്ളാഹിനെ കുറിച്ചറിയാം, പരലോകത്തെ കുറിച്ചറിയാം. അവർക്കറിയാം, ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ടാലാണ്, ഇവിടുന്ന് കുറച്ച് അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലേ പ്രിയപ്പെട്ടവരെ, ശക്തമായ ചൂടുള്ള സമയത്തും മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ആ മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വലിയ വലിയ പാറക്കല്ലുകൾ വെച്ച സമയം ഉണ്ടായിട്ടുണ്ട്. ഈ ചരിത്രം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കാതുകൾക്ക് അരോചകമാകാൻ തുടങ്ങിയിട്ടുണ്ടാകും. കാരണം എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കേട്ടത് അവിടെ ഇരിക്കട്ടെ. ശക്തമായ ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്ത് അഴിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചെരിപ്പ് ഈ ഒരു വുദുവെടുക്കാനുള്ള ഭാഗത്തേക്ക് വരാൻ ഒരു 10 സ്റ്റെപ്പ് വെക്കാൻ വരെ നമുക്ക് കഴിയുന്നുണ്ടോ ഈ ചൂടുള്ള സമയത്ത്? ശക്തമായ ചൂടുണ്ട്, നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്ത് നമ്മളെ മലർത്തി കിടത്തിയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലാണ് നമ്മുടെ നെഞ്ചിന്റെ മുകളിൽ വലിയ ഒരു പാറക്കല്ല് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ വെച്ചുകൊണ്ട് ശത്രുക്കൾ ശക്തമായി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് അവരുടെ കയ്യിലുള്ള ചാട്ടകൾ കൊണ്ട് ശക്തമായി മർദ്ദിക്കപ്പെടും. അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, അഹദ് അഹദ് അഹദ്. ആ വാക്കിന്റെ ഒരു ഗൗരവമുണ്ട്. അല്ലാഹു ഏകനാണ്. അവര് പറഞ്ഞെന്താണെന്നറിയോ? ബിലാലെ, നിന്നെ ഞങ്ങൾ ഒഴിവാക്കാം, നിനക്കുള്ള ഈ പ്രയാസങ്ങൾ ഞങ്ങൾ നിർത്താം, ഞങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് നല്ല വർത്താനം പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ആരാധ്യന്മാരെ കുറിച്ച് നല്ല കുറച്ച് വർത്തമാനം പറ, എന്നാൽ ഞങ്ങൾ വെറുതെ വിടാം. അപ്പോഴും ബിലാൽ വാക്ക് അഹദ് അഹദ് അഹദ്. അവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. ഈ ബിലാൽ റളിയല്ലാഹു അൻഹു കയറി അതേ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകാനുള്ളത്.
എന്നാൽ ഒരു ചൂട് വരുമ്പോഴേക്ക് നിസ്കാരം മുടക്കുന്ന ആളുകൾ, നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ, നന്മകൾ മുടക്കുന്ന ആളുകൾ, എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മൾ അവര് കയറുന്ന സ്വർഗത്തിലേക്ക് എത്തുമെന്നുള്ളത്. ഇനി നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഇപ്പോഴുള്ള ചൂടിന്റെ, ഈ ദുനിയാവിലെ ചൂടിന്റെ 69 ഇരട്ടി ചൂടാണ് നരകത്തിന്റെ ചൂട്. അത് രണ്ട് നിലക്ക് പറയുന്നുണ്ട്. ഒന്ന് തീയിന്റെ വിഷയത്തിലും മറ്റൊന്ന് ചൂടിന്റെ വിഷയത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള തീയിന്റെ 69 ഇരട്ടി ചൂട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, വല്ലാഹി ഇൻ കാനത ലകാഫിയതൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ദുനിയാവിലുള്ള ചൂടന്നെ പോരെ ഒരാളെ ഇല്ലാതാവാൻ, അയാളെ കരിച്ചു കളയാൻ ഈ ദുനിയാവിലെ ചൂടന്നെ പോരെ, നരകത്തിന്റെ അഥവാ തീയിന്റെ ചൂടന്നെ പോരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ അത് ഇരട്ടിക്കിരട്ടിയായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ, നല്ല ചൂടുള്ള സമയത്ത് അദ്ദേഹം നോക്കുമ്പോ ആളുകളൊക്കെ ഇങ്ങനെ തണല് ഭാഗത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു ചാൻസ് കിട്ടുമ്പോഴേക്ക് വേഗം ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കും, തണൽ അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ. ഇത് കണ്ടതും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കരയാൻ തുടങ്ങി. ആളുകൾ ചോദിച്ചു, എന്തിനാണ് അമീർ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയാണ്, ഇവിടെ നമുക്ക് ഈ ഒരു ചൂടിന്റെ വിഷയത്തിൽ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. നമ്മളെല്ലാവരും വേഗം മരച്ചില്ലകളിൽ അന്വേഷിച്ചുകൊണ്ട്, മരത്തണലുകൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ നാളെ പരലോകത്ത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയുള്ള ആ നരകത്തിന്റെ ചൂടിൽ നമ്മളെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു ചിന്ത ഉണ്ട്. ഈ ദുനിയാവിന്റെ ചൂടിന്റെ ആശങ്കപ്പെട്ടാൽ മതിയോ? പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മളൊന്നും ആശങ്കപ്പെടേണ്ടതില്ലേ? എന്തായിരിക്കും നമ്മുടെ പരലോകം? നരകത്തിന്റെ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരപ്പെടുന്ന രംഗുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, നരകം കാണിക്കപ്പെടാതെ ഒരാൾ പോകൂലാണ്. എങ്കിൽ ആ നരകത്തിന്റെ മുന്നിലെത്തുമ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചു പോകപ്പെടുമോ, അതല്ല അതിലേക്ക് താഴ്ത്തപ്പെടുമോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായി കൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ചൂടിന്റെ വിഷയത്തിൽ സഹജീവികളോട് നമുക്ക് അല്പം സ്നേഹം ഉണ്ടാവുക എന്നത്. സഹജീവ സ്നേഹം ഉണ്ടാവണം ഈ സമയത്ത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, അയ്യു സ്വദഖതി അഫ്ളൽ, ഏറ്റവും നല്ല സ്വദഖ ഏതാണെന്നറിയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഖീബ, വെള്ളം കൊടുക്കലാണ്. വെള്ളം കൊടുക്കലാണ്. അത് വലിയ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്, ആളുകൾക്ക് വെള്ളം കൊടുക്കുക. എന്തിനേറെ, ഒരു മനുഷ്യൻ ഒരു യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് അയാൾക്ക് ശക്തമായ ദാഹം ഉണ്ടായി. അതിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു കിണർ കണ്ടു. അയാൾ ആ കിണറിലേക്ക് ഇറങ്ങി അയാൾ കുടിച്ചു. അയാൾ അങ്ങനെ കയറി വരുന്ന സമയത്താണ് കാണുന്നത് ഒരു നായ അതിങ്ങനെ വെള്ളം കിട്ടാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്നു. ഒരു നനഞ്ഞ മണ്ണിങ്ങനെ അത് നക്കുന്നത് കണ്ടു. ഈ മനുഷ്യൻ വേറൊന്നും ആലോചിച്ചില്ല. അയാൾ വേഗം വീണ്ടും ഇറങ്ങി അയാളുടെ ഷൂ എടുത്തുകൊണ്ട് അതിൽ വെള്ളം എടുത്തുകൊണ്ട് ഈ നായക്ക് കൊടുക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, ആ വ്യക്തിക്ക്, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു, അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു. ഒരു നായന്റെ വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹജീവികളായ നമ്മുടെ നാട്ടിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കൊക്കെ വെള്ളം കൊടുക്കുമ്പോൾ അതിന് വലിയ പുണ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വിഷയം, നമ്മുടെ വീടിന്റെ മുറ്റത്തോ മറ്റോ കുറച്ച് വെള്ളം കൊണ്ടുപോയി വെക്കുക. സാധാരണക്കാരായ ആളുകൾക്ക്, വഴിയിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ, നമ്മുടെ മുന്നിലൂടെ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീട് ടെറസാണെങ്കിൽ അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം കൊണ്ടുപോയി വെക്കുക, രാവിലെ തന്നെ കൊണ്ടുപോയി വെക്കുക. പക്ഷികളുണ്ടോ, ആ പക്ഷികൾ അത് കുടിക്കുന്നതിലൂടെ നമുക്ക് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഇതൊക്കെ കാണാറുള്ളത് ഏതെങ്കിലും ഒരു കൃഷി വകുപ്പിന്റെ വിഷയത്തിൽ മാത്രമായിട്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിമും തന്നെ ഒരു മരം നടുന്നില്ല, അല്ലെങ്കിൽ ഒരു കൃഷി നടത്തുന്നില്ല, ഒരാൾ ഒരു മരം നട്ടു, അതിൽ നിന്ന് ഒരു മനുഷ്യനോ
ഒരു പക്ഷിയോ ഒരു മൃഗമോ എന്തെങ്കിലും ഒരു ഉപകാരം ആ മരവുമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇയാൾക്കൊരു സ്വതക്കയായിട്ടുണ്ടാകും. നമ്മുടെ വീട്ടിലുള്ള മരത്തുനിന്ന് ഏതെങ്കിലും ഒരു പക്ഷി കഴിക്കുമ്പോൾ അതിനെ ശപിക്കണ്ട. അത് പറിച്ചോന് എനിക്കതിന് കൂലിട്ടു, അത് കഴിച്ചോട്ടെ, അതെനിക്ക് കൂലിയുള്ളതാ. ഈ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകത്തെ നമുക്ക് പ്രതിഫലിച്ചു കിട്ടും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ഒരു പക്ഷെ നമ്മുടെ കീഴിലും ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാകും. കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി നമുക്ക് കാണിക്കണം. നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ ആളുകളോട് അവിടെ ചെയ്യണം, ആ ദൈവത്തന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരലോകാലയിക്കാം. ആ മനുഷ്യന് വല്ല പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മനുഷ്യപ്പറ്റി ആ വിഷയത്തിൽ നമ്മൾ കാണിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് പറഞ്ഞ വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ് ഈ വെള്ളം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ. ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ വലിയ പുണ്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു സോപ്പ് നടത്തുന്ന ആളാണോ? രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ സോപ്പിൽ വെക്കുക. ഏതൊക്കെ ആളുകൾ വരുന്നുണ്ടോ അവിടെ പല ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോ അവരത് കുടിക്കട്ടെ. അതിലൂടെ എനിക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടണം. ദുനിയാവിലല്ല, എനിക്ക് കൂടുതൽ കസ്റ്റമർ ഉണ്ടാവണമെന്ന ചിന്തയല്ല, ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ചിന്തയല്ല, മറിച്ച് അള്ളാന്റെ അടുക്കൽ ഒരാൾക്ക് വെള്ളം കൊടുത്തതിന് അത് ഏത് മനുഷ്യനാവട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാവട്ടെ, അവർക്കൊക്കെ കൊടുക്കുന്നതിലൂടെ എനിക്ക് വലിയ ഒരു പ്രതിഫലമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി തന്നെ ചെയ്യാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പരലോകത്ത് നമുക്ക് സ്വർഗം നേടാനുള്ള പ്രതിഫലം കിട്ടാനുള്ള കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധികളെ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ 7 കാര്യങ്ങളിൽ 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. 7ാമത്തെ വിഷയം, ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഭൗതികമായിട്ടുള്ള തന്നെയാണ്. ചില നിയമങ്ങളൊക്കെ നമ്മളോട് പറയും. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചവരായ ആളുകൾ അത് ഗവൺമെന്റ് തലത്തിലോ മറ്റൊക്കെ പറയുന്ന സമയത്ത് ഇന്ന സമയത്ത് പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ അത് നമുക്ക് തന്നെയാണ് പ്രയാസം ഉണ്ടാക്കുക. എങ്കിൽ ആ ഒരു നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ വല്ല നിയമവും വരികയാണെങ്കിൽ അത് നമ്മൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കല്ല. നമ്മൾ വെല്ലുവിളികളല്ല വേണ്ടത്, അനുസരിക്കുക എന്നുള്ളതാണ് ഉണ്ടാവേണ്ടത്. അത് ഭൗതികമായിട്ടും ഈ പറഞ്ഞ അനുസരണങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചൂട് തണുക്കാനുള്ളതുണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ചാലും അതൊക്കെ നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിലാണ്. നമ്മുടെ വീട്ടിലൊരു പക്ഷെ പലരും AC വാങ്ങാൻ തയ്യാറെടുത്തിട്ടുണ്ടാകും. വാഹനത്തിലെ AC കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കുട വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇങ്ങനെ പലതുണ്ട്. ഇതൊക്കെ ഭൗതികമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ എത്ര വലിയ AC ആണെങ്കിലും ശരി, എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതൊന്നും നമ്മുടെ ഖബറിലോ നമ്മുടെ പരലോകത്തോ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ രക്ഷപ്പെടുത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തലക്ക് മുകളിൽ ഒരു ചാണിന് മുകളിൽ അല്ലെങ്കിൽ ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തിൽ ആ ഒരു ചാണിന്റെ മുകളിലായിക്കൊണ്ട് സൂര്യൻ കത്തിജ്വലിക്കുമെന്ന് പറയുമ്പോൾ അവിടെ രക്ഷപ്പെടുന്ന വളരെ ചുരുക്കം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകൾ. ഹദീസിൽ കാണുവാൻ സാധിക്കും, 7 യുദില്ലുഹുമുല്ലാഹു തആല ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 ആളുകൾ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകൾ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവർ, അതിങ്ങനെ പറയുമ്പോൾ ആ 7 എണ്ണം നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാൻ അതിലുണ്ടോന്ന് ഓരോരുത്തരും പരിശോധിക്കാം. അതിൽ 1ാമത്തെ വിഭാഗം ആരാന്ന് വെച്ചാൽ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി.
താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നീതിയോടുകൂടി വർത്തിക്കാം. അത് തന്റെ ആളാണ്, തന്റെ പാർട്ടിക്കാരനാണ്, തന്റെ മതവിഭാഗക്കാരനാണ്, തന്റെ സംഘടനക്കാരനാണ്, തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവാണ്. എന്നിട്ട് അവർക്കൊരു നിയമം, മറ്റൊരാൾക്ക് വേറെ നിയമം അല്ല. അതിലുണ്ടാവണം, നീതിയോടുകൂടി വർത്തിക്കുന്നവരാണോ എങ്കിൽ അവർ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ വിഷയം, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹനെ ആരാധിച്ചു വളർന്ന യുവാവ്. പ്രിയപ്പെട്ട യുവാക്കളെ ശ്രദ്ധിച്ചു, അല്ലാഹനെ ആരാധിച്ചു വളരുക. ചെറിയ പ്രായം തൊട്ടേ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ, നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ടോ, നമുക്ക് രക്ഷപ്പെടാം. കാരണം ചെറിയ പ്രായം തൊട്ടേ അത്തരത്തിൽ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യുവത്വം പലപ്പോഴും തിന്മകളിലേക്ക് ഇങ്ങനെ പ്രചോദിപ്പിക്കുമ്പോ തന്റെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അതിനുവേണ്ടി റെഡിയാകുമ്പോ, ഇല്ല, ഞാൻ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നു, ഞാൻ ദീനനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ. ആ ഒരു ചിന്ത ഏതൊരു യുവാവിനുണ്ടോ അവന് നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ട്. മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫീ മസാജിദ്, ഒരു മനുഷ്യൻ അയാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ഇങ്ങനെ കൂട്ടിവെക്കപ്പെട്ടതാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം അയാൾ നിസ്കരിക്കുമെന്ന് മാത്രമല്ല, നിസ്കാരമുണ്ട് അയാൾക്ക്, അതോടൊപ്പം പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. ഒരു പക്ഷേ കേരളമെന്ന് പറയട്ടെ, പല ആളുകളും അത് ഒന്നോ രണ്ടോ ആളുകളിലേക്ക് ഇങ്ങനെ മാറ്റിവെക്കപ്പെട്ടിരിക്കണം. അതൊക്കെ ഓര് നോക്കിക്കോളും, അതൊക്കെ ഇവര് നോക്കിക്കോളും. പള്ളിയിൽ ഏതെങ്കിലും ഒരു അവശിഷ്ടമോ മറ്റോ വല്ലതോ കണ്ടാൽ, ഒരു മാലിന്യം കണ്ടു കഴിഞ്ഞാൽ വേഗം വിളിക്കണം, കമ്മിറ്റിക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ ഇമാമിനെ വിളിക്കുക, അത് ശരിയാക്കണം. അല്ല പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ പള്ളിയല്ലേ, അള്ളാന്റെ പള്ളിയല്ലേ, അത് നേരാക്കണ്ടേ നമ്മളെ കടന്നില്ലേ? നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതാർക്കും പ്രത്യേക ഒരു മേഖലയല്ല. എങ്കിൽ അവിടെ അവന്റെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ അത് അവന്റെ വീടിനേക്കാൾ ഉഷാറായിട്ടും ചെയ്യും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ വീടിന്റെ കാര്യത്തിൽ ഫുൾ സേഫാണ്, പള്ളിന്റെ കാര്യത്തിലോ അതൊക്കെ വേറെയുള്ള ആൾക്കാർ നോക്കും. അത് കുട്ടികളെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണല് വേണോ? അള്ളാന്റെ പള്ളിന്റെ കാര്യത്തിൽ, അള്ളാന്റെ പള്ളിന്റെ കാര്യത്തിൽ. ആ വാചകം ഞാൻ വീണ്ടും പറയാൻ, ഈ പള്ളി എന്ന് പറഞ്ഞാൽ ബൈത്തുല്ലാഹ് എന്ന് പറയാം, അള്ളാന്റെ വീട് എന്ന് പറയാം. എങ്കിൽ അതിന്റെ ഗൗരവം എല്ലാവരും കൂടി ചെയ്യേണ്ട ഒരു വിഷയമാണ്, അതുകൂടി നമ്മൾ ചേർക്കണം. അതുപോലെ തന്നെ അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ അവർ ഒരുമിച്ച് കൂടിയത് അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, അവർ പിരിഞ്ഞതും അള്ളാന്റെ കാര്യത്തിലാണ്. പരസ്പരമുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുനിയാവിന്റെ കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അള്ളാന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടും. വിശ്വാസികൾ അങ്ങനെയാണ്, അള്ളാന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടും. അള്ളാന്റെ കാര്യത്തിൽ തന്നെ ഒരാൾ ദീൻ ഒഴിവാക്കാനോ അവരുടെ അള്ളാന്റെ വിഷയത്തിൽ നമുക്ക് അവനോട് ബന്ധമല്ല. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒരു ആദർശ ബന്ധം എന്നുള്ളത് ആ റബ്ബുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ വറജുലുൻ ദഅതു ഇംറഅതുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, തറവാടിത്തമുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഒരു തെറ്റിലേക്ക് ക്ഷണിക്കാൻ, വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ, ആ സമയത്ത് പറയാണ് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നുണ്ട്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തെറ്റുകൾക്ക് സാധ്യതയുണ്ടായിട്ടും അവസരങ്ങൾ കിട്ടിയിട്ടും ആ അവസരങ്ങൾ വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് എന്ന പേടിയോടുകൂടി ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞവൻ ആരാണോ അവനെ സംബന്ധിച്ചിടത്തോളം അവസിന്റെ തമ്മിലുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, ഒരു മനുഷ്യൻ ധർമ്മം ചെയ്യുകയാണ്, അവന്റെ വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാത്ത രൂപത്തിൽ, അത്രയും രഹസ്യമായി ചെയ്യാം. എന്തെങ്കിലും കൊടുക്കുമ്പോഴേക്ക് അത് 10,000 ആളുകൾ അറിയുന്ന രൂപത്തിലേക്ക്, മറ്റുള്ളവരെല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയട്ടെ എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് കൊടുക്കുന്നത് ഞാൻ എന്റെ റബ്ബ് അറിഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ഒന്ന് കുലിക്കണം, അത്രോ. ആ ഒരു ചിന്തയിൽ ആര് ധർമ്മം ചെയ്യുന്നുണ്ടോ അവന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട്. അതുപോലെ തന്നെ ഏഴാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഖാലത് ഐനാ, അല്ലാഹനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ, നാളെ പരലോകത്ത് ഇന്റെ അവസ്ഥ എന്തായിരിക്കും? റബ്ബ് എനിക്ക് പുറത്തു തരൂല്ലേ? ആ ബേജാറോടുകൂടിയുള്ള പ്രിയപ്പെട്ടവരെ, ഈ വാചകം പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കാം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്, നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നമുക്ക് ബേജാറുണ്ട്, നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ വിഷയത്തിൽ നമുക്ക് ബേജാറുണ്ട്, ഈ നടക്കുന്ന യുദ്ധത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഭാര്യയെ കുറിച്ച് നമുക്ക് ബേജാറുണ്ട്. എന്നാൽ നമ്മുടെ പരലോകത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, ഞാൻ അവിടെ രക്ഷപ്പെടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എന്ത് ബേജാറ് നമുക്കുള്ളത്? വല്ലാത്തൊരു ധൈര്യല്ലേ നമുക്ക്, വല്ലാത്തൊരു ധൈര്യം. എനിക്കൊരു പേടിയില്ല, എനിക്ക് ജീവിതം തന്നെ, ഇതൊക്കെ തന്നെ ധാരാളമാണ്.
എന്നാ പ്രിയപ്പെട്ടവർ, ഈ പറയപ്പെട്ട ചരിത്രങ്ങൾ ഓരോന്ന് പരിശോധിച്ച് എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണോ സ്വർഗം? ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏത് കർമ്മമാണ് നമ്മളെ നരകത്തുനിന്ന് മാറ്റുന്നത്? ഒന്നുമില്ല. ഇല്ല. നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിസ്കാരം. അതല്ലാതെ ഏതല്ലേ നമ്മുടെ കയ്യിൽ? അതല്ലാതെ ഏതാണ് നമ്മുടെ കയ്യിൽ? ഏതാണത്? പ്രത്യേകിച്ച് അള്ളാന്റെ മുന്നിലുണ്ട്, ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റുന്ന ഏത് കർമ്മമാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ മുന്നിലുള്ളത്? നമ്മളിപ്പോഴുള്ള നമ്മുടെ ചെറിയ ചെറിയ കർമ്മങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അള്ളാന്റെ അടുക്കിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ നന്നാക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.